Okay, so let me start with something. ഒരു 2007 ഒരു കഥയാണ്. ഒരു 7 വയസ്സായ പയ്യൻ വീട്ടിൽ വരുന്നു. അവന്റെ അപ്പച്ചൻ 70 old, 72 old ആയ അപ്പച്ചനെ വിളിച്ച് അപ്പച്ച ടീച്ചർ പറഞ്ഞു ഇന്ന് പറമ്പിൽ 3 holes have to be dug. And എന്തിനാ മോനെ? For a wet waste, for a dry waste, and for plastic. And he actually, a 7-year-old, remember, in grade 2 maybe, he actually made them dig 3 holes, and he told them about what it is about, why you should have separated. Although there was separation of waste happening, കന്നാലിക്ക് വേറെ വേസ്റ്റും അങ്ങനെ, പക്ഷെ ഈ ഇതെന്തിനാ 3ആയിട്ട് വെക്കേണ്ടത്, എന്താ പ്ലാസ്റ്റിക് കത്തിക്കേണ്ടാത്തത്, അതൊക്കെ പറഞ്ഞു തന്നു. ആ 7 വയസ്സായ പയ്യൻ അവൻ അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് അത് ഒരു മാസത്തേക്ക് he followed up, and that entire family got converted as to the idea of that waste is not waste, it can be reused. And that 7-year-old happened to be my son, who was in Global Public School, and I was not working there. ഞാൻ നോക്കിയപ്പോ ഇത് ഇങ്ങനെ ഈ എൻവയൺമെന്റിനെ പറഞ്ഞ് ഇത്രയും ഇൻട്രസ്റ്റഡ് ആവുകയാണെങ്കിൽ, ഈ സ്കൂളിൽ നിന്ന് ഇത്രയും അവൻ ഇൻട്രസ്റ്റ് ആയിട്ട് വരുവാണെങ്കിൽ അവർ എന്തായിരിക്കും പഠിക്കുന്നത്. അപ്പൊ അത് കാരണം ഞാൻ 2007 ജൂലൈ ആയിരുന്നപ്പോ I started working at the school also, and I found that environment ഒരു വാക്കാ, ഒരു എന്താ പറയുക, ഒരു ലെസണിൽ മാർക്ക് കിട്ടാൻ വാട്ട് ഇസ് എൻവയൺമെന്റ്, ഹൗ ടു ക്ലീൻ എഴുതാം, പക്ഷെ ഇറ്റ് ക്യാൻ ബി എ ലിവിങ് എൻവയൺമെന്റ്. So I found that we were able to, the school was able to inculcate, to put into our students what is the actual meaning of environment. അതിന്റെ ഇഫക്റ്റ് കാണാനുണ്ട്. നമ്മുടെ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയൺമെന്റ് ഹാസ് ഗിവൻ us the certificates on that. ഞങ്ങളുടെ നല്ല പാഠം for the past മനോരമയുടെ for the past 4 years we are an A-star grade school. ഞങ്ങളുടെ സബ്ജക്ട്, we have a specific subject. I don't think schools have that. Environment management എന്ന് പറഞ്ഞൊരു സബ്ജക്ട് 9ാം ക്ലാസ് തൊട്ട് പഠിക്കാനുണ്ട് പിള്ളേർക്ക്. they are taking that as a subject. ഞങ്ങൾക്ക് പ്ലാനറ്റ് എർത്ത് എന്ന് പറഞ്ഞ ഒരു NGO ഞങ്ങളുടെ പേപ്പർ റീസൈക്ലിംഗ് പ്രൊജക്ട്, ഞങ്ങൾ സ്കൂളിലെ പേപ്പേഴ്സ് പിള്ളേരെ കളക്ട് ചെയ്ത് they do that. So അതിൽ നിന്ന് we were certified around a year and a half back maybe for saving 2106 kilos of paper recycling. അതിൽ നിന്ന് ഞങ്ങൾക്ക് മെഷർ ചെയ്ത് അവർ തന്നത് 60,987 liters of water ഞങ്ങൾ സേവ് ചെയ്തു, 36 മരങ്ങളെ സേവ് ചെയ്തു. അപ്പൊ all this, what I am trying to say is that it came from the school, but it was done by individual students. Appo enki first thing that I'd like to tell all of you is that I see around 313 participants. adinu 300 പിള്ളേരായിരിക്കും. നിങ്ങളോട് പറയാനുള്ള കുഞ്ഞുങ്ങളെ, we think ഞാനൊരു കുട്ടി, ഞാൻ എന്ത് ചെയ്യാനാ, ഈ ഗവൺമെന്റ് ചെയ്യണം, അല്ലെങ്കിൽ അമ്മമാർ ചെയ്യണം, ടീച്ചേഴ്സ് ചെയ്യണം, അങ്ങനെ. നിങ്ങൾ ഇൻഡിവിജ്വലി എന്തോരം ചെയ്യാൻ പറ്റും. You all have the world in front of you, and I hope that you all will look at that as how to take it off. Now, how do you go about environment? എനിക്ക് environment ഒക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ എന്താ ചെയ്യുന്നത്? അപ്പൊ ഞാൻ എനിക്ക് പറയാൻ എന്റെ എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് നിങ്ങൾക്ക് please take whichever you all feel and you all want to take as the best thing to do for your area. Okay, so how do we look at it? First of all, what our problem is, we look at waste as India alla. Management school le പിള്ളേരോട് പറഞ്ഞ they will teach you something called, there is a philosophy called NIMBY. NIMBY എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? NIMBY എന്ന് പറഞ്ഞാൽ not in my backyard. നമ്മുടെ സ്ഥിരമായ ഒരു പ്രവണതയുണ്ട്, എന്റെ വീട് ക്ലീൻ ആവണം, പുറത്തെ വീട് എങ്ങനെ, പുറത്തെ സ്ഥലങ്ങളാണ്. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് കച്ചറ ഞാൻ എടുത്തിട്ട് അടുത്ത വെള്ളത്തിലോ അടുത്ത പാടത്തിലോ അടുത്ത എവിടെയെങ്കിലും കൊണ്ടുപോയിടും, അല്ലെങ്കിൽ അടുത്ത നെയ്ബേഴ്സിന്റെ വീട്ടിൽ. പക്ഷെ എന്റെ വീട് ക്ലീൻ ആയി. ആ ഒരു സിൻഡ്രോം മാറിയിട്ട് വേസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം അത് യൂസ്ഫുൾ ആവാം. അപ്പൊ മെയിൻ തിങ് ഇത് ആ വേസ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം. അപ്പൊ ആ ഒരു ഫിലോസഫി നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ we are able to see different. We as a school and as our students also, they are able to see waste as not as something ഇങ്ങനെ അയ്യെന്ന് പറഞ്ഞ അറപ്പോടെ നോക്കാണ്ട് ആ വേസ്റ്റിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള ഒരു വലിയൊരു ഞങ്ങളുടെ ഒരു പോളിസി മാതിരിയായി വന്നിട്ടുണ്ട്. അപ്പൊ വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് വി ഡു? ഓക്കെ, സോ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടെന്ന് how can we do? So we look at waste and think that okay, if waste is going to be useful, then how can we refuse it? How can we reuse it? How can we reduce, recycle, repurpose, rethink? What can we do with waste? So these are things that we apply. Okay, അപ്പൊ വേസ്റ്റ് നമ്മൾ ആദ്യമേ നോക്കുന്നത്, ഓക്കെ വേസ്റ്റ് യൂസ്ഫുൾ ആണ്, പക്ഷെ വേസ്റ്റ് എവിടെ നിന്നാണ് വരുന്നത്?
Center of Science and Environment, especially, I think almost all schools of Alappuzha should be part of that Green School program. It makes you think, it makes you ask. Each time they make us think, air in the waste varam, earth in the waste, soil in the waste varam, water in the waste varam, energy usage in the waste varam. Pala waste, so they help you to understand how to do that. Okay. ഞങ്ങൾ നോക്കിയത് എങ്ങനെയാ, ഈ വേസ്റ്റ് ഉണ്ടായ ആദ്യമേ വേസ്റ്റ് ഉണ്ടാകും, അതിന്റെ പ്രോസസ്സിംഗ് ഉണ്ടാവും, അതിന്റെ ഡിസ്പോസൽ ഉണ്ടാവും. അപ്പൊ ഈ 3 ഘട്ടങ്ങളിൽ ഞങ്ങൾ വി വർ ലുക്കിംഗ് അറ്റ് പ്ലാനിങ് ഹൗ ടു വർക്ക് അറൌണ്ട് ഇറ്റ്. ഓക്കെ, സോ ഇപ്പൊ ഞങ്ങളുടെ സ്കൂളിലോ ഞങ്ങളുടെ കാര്യങ്ങൾ സക്സസ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 pronged attack, 3 ways that we look at it. We look at how to generate awareness. പിള്ളേരിൽ അവയർനെസ് എങ്ങനെ ചെയ്യണം, പിള്ളേരിൽ ആക്ഷൻ എങ്ങനെ ഉണ്ടാക്കണം, പിള്ളേരിൽ മോണിറ്ററിങ് എങ്ങനെ ചെയ്യുന്നത്, ഈ 3 ലെവലിലാണ് ഞങ്ങളുടെ വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളുടെ മെയിൻ തിങ് ഇസ്, വൺ ഇസ് ആസ് എ ടീച്ചർ ഐ ക്യാൻ സേ ഓക്കെ, ലെറ്റ്സ് സേ പ്രിയ തെരേസ്യ ഡു ദിസ് or Abhi Krishna do that. That is the one way of looking at it. Another way is looking at how can my senior students lead the school. So in our school, and especially like I understand I'm talking to grade 11 children, grade 11 and grade 12 are the warriors. Like they said, no, environment warriors നിങ്ങൾ വേർഡ്, ശരിക്കും warriors എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പണിക്ക് ഇറങ്ങിയ ആ പണി തീർത്തിട്ടേ തിരിച്ചു വരുള്ളൂ, ആ പണിക്ക് അത്രയ്ക്ക് പാഷൻ, right? So our students actually run the environment program of the school. They come to us saying, മാമേ ഇത് ചെയ്യണം, മാമേ അത് ചെയ്യണം. ചിലപ്പോൾ ഞങ്ങൾ പറഞ്ഞു, മാം നിങ്ങളൊന്ന് ക്ലാസ്സിൽ കയറും, പിന്നെ നമുക്ക് എൻവയറമെന്റിന്റെ we can look at it. But all the same, ഞങ്ങളുടെ environment secretaries have equal value as the student people leader of the school. Appa that is something that is a difference and that thing adds value to our success. Okay, so how do I spread awareness? ഞങ്ങളുടെ ക്ലാസ്സുകളിൽ എങ്ങനെയാണ് അവയർനെസ് നടക്കുന്നത്? അവയർനെസ് അസംബ്ലീസിൽ വരും, അസംബ്ലിയിൽ എൻവയറമെന്റിനെ പറ്റി സംസാരിക്കും, എൻവയറമെന്റിനെ പറ്റി ഇത്രയും വേസ്റ്റേജ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു, റീസെന്റ് ന്യൂസ് വരുമ്പോൾ എൻവയറമെന്റിനെ പറ്റി പറയും. ഞങ്ങളുടെ ഓപ്പൺ ഹൗസിൽ പേരൻസിനോട് ഞങ്ങൾ പറയും ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ക്ലാസ് ആയിട്ട് നോർമലി എല്ലാ ക്ലാസ്സുകളിലും ഫീൽഡ് ട്രിപ്പിന് പോകണമെന്നുണ്ട്. പക്ഷെ ഫീൽഡ് ട്രിപ്പ് എന്തിന്, എങ്ങോട്ട്, വാട്ട് ഇസ് ദ യൂസ് ഓഫ് ദാറ്റ്? അപ്പൊ വി ഹാവ് എൻവയറമെന്റ് സ്പെസിഫിക് വിസിറ്റ്സ് where people go out to. Okay, and also that's like you all have invited me to this speech out here. There are a lot of people we invite from daily walks of life to come and talk to us. ഞങ്ങളുടെ sports day in 2018 had a farmer coming to speak at the sports day. Now you will say sports day, sports and farming and thamil, but the farmer was explaining about how sports and can connect up with daily living and fitness as well as the environment. So ഒരു കണക്ഷൻ ഞങ്ങൾ പറഞ്ഞ എൻവയറമെന്റിനെ, പൊതുവെ നമ്മൾ എൻവയറമെന്റ് ഒരു സബ്ജക്ട്, ഇംഗ്ലീഷ് ഒരു സബ്ജക്ട്, മാത്സ് ഒരു സബ്ജക്ട്. ഇംഗ്ലീഷ് പീരീഡിൽ ഇംഗ്ലീഷ് പുസ്തകം തുറക്കാം, മാത്സ് സബ്ജക്ട് തുറക്കാം, സയൻസിൽ സയൻസ് തുറക്കാം, എൻവയറമെന്റ് എന്ന് പറയുമ്പോൾ പുറത്ത് പോയി എന്തെങ്കിലും ചെയ്യും. അതിന് ഒരു കണക്ട് നമ്മൾ കാണാറില്ല. പക്ഷേ ഐ എം സെയിങ് all of them are interlinked. You cannot close your English and say I will not talk about English when I am talking about environment. So ഇതിന് ഒരു കണക്ഷൻ ഉണ്ടാക്കാനാണെങ്കിൽ അതിന് വേണ്ടത് ടീച്ചേഴ്സിനെക്കാളും additional to teachers is our students who help us. So I think this is where you all will find the success of how to get the environment movement moving on. Okay, in our communities, അപ്പോൾ സ്കൂൾ കഴിഞ്ഞു, ഇനി സ്കൂളിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ സ്കൂളിൽ okay, students are doing some things like this, what can we do? So we looked at our community. ഞങ്ങൾ കിഡ്സ് ഫോർ കൊച്ചി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ്, ഞങ്ങളുടെ പിള്ളേരുടെ ഗ്രൂപ്പ് ചെയ്തിട്ട് ഞങ്ങൾ മറീൻ ഡ്രൈവ് ക്ലീനിങ്ങിന് പോകും. ഞങ്ങൾ തൃപ്പൂണിത്തുറ ഏരിയയിൽ ക്ലീൻ ചെയ്യും, ഞങ്ങൾ GCDM ആ ഏരിയയിൽ ക്ലീൻ ചെയ്യാൻ പോകുമായിരുന്നു. ഇപ്പോഴല്ല, ഈ കൊല്ലല്ല, ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയേഴ്സ്. അത് ഇറ്റ് ഇസ് നോട്ട് വൺസ് ഇൻ എ ലൈഫ് ടൈം, അത് ഒരു കണ്ടിന്യൂസ് സീരീസ്. അത് ഞങ്ങളുടെ ടൈം ടേബിളിൽ ഇറ്റ് ഇസ് എ മാർക്ഡ് ഇൻ ദ calendar. It is a compulsory thing that every class will go for. So that generates a continuous interest in children to okay, ഞങ്ങൾ അവിടെ ക്ലീനിങ്ങിന് പോയി, ഞങ്ങൾ പിറ്റേ ആഴ്ച അവിടെ പോയപ്പോൾ മാം അത് ഡേർട്ടി ആയിരുന്നു, ഞങ്ങൾ എങ്ങനെയാ മേയറിന് ലെറ്റർ എഴുതുന്നത്, ഞങ്ങൾ ആരോടെ പറയേണ്ടത്, ഡസ്റ്റ്ബിൻ എവിടെയാ. So people keep coming back to this. So those are things that we do. Then we had a Young Indians എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ട്, അതും that also is open to schools. അവിടെ Young Indians എന്ന് പറഞ്ഞ through Young Indians we look at sound pollution, horn not okay please എന്നൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ
നമ്മുടെ നാട്ടിലുണ്ടല്ലോ എല്ലാ പ്രാവശ്യവും ഒരു റോഡിൽ പോയി ചുമ്മാ ബീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഒരു ഹോൺ സൗണ്ട് പൊല്യൂഷൻ അവയർനെസ് ഡ്രൈവ് നടത്തി. അപ്പൊ ഈ ഹോൺ നോട്ട് ഓക്കെ എന്ന് പറഞ്ഞ് അതിന്റെ ഒരു മൂവ്മെന്റ്സ് നടത്തി. അങ്ങനെ തന്നെ ബിന്നിറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, മനോരമ പേപ്പർ അഡ്വർടൈസ് ചെയ്ത്, അതിൽ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ്. അതിൽ നമ്മൾ ഒരു ലൈനിനെ എടുക്കുക, ആ ലൈനിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതിനുള്ള അപ്പൊ അതും നമ്മൾ ഓരോ ക്ലാസ്സിനെ വിളിച്ച്, ലൈക്ക് ഐ തിങ്ക് ഇറ്റ് വാസ് 8, 9, 10. We were calling them and they were working on it for a month to ensure that that is clean enough. അതിൽ നിന്ന് 2-3 കാര്യങ്ങൾ പറഞ്ഞു. They themselves, പിള്ളേർ തന്നെ പറഞ്ഞു, അയ്യോ ഞാൻ കാറിൽ പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ഫ്രൂട്ടി കഴിക്കുമ്പോൾ ഒറ്റ ജെല്ലിക്കെന്ന് ഇടാറുണ്ട്. ദാറ്റ് ഇസ് നോട്ട് റൈറ്റ് നോ മാം. എന്തോ ഒരു ഹൗ മച്ച് ഓഫ് ഡേർട്ട് ഇത് ഞാൻ ഇന്നലെ അടിച്ചിട്ട് വന്നതോടെ. സോ ആ ചിൽഡ്രൻ ലേൺ നോട്ട് ത്രൂ തിയറി, അവർ ആക്ഷൻ ആയിട്ട് ചെയ്യും. ആൻഡ് ഇറ്റ് ഇസ് വാട്ട് ഇസ് ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ്. അതുകൂടാണ്ട് ഞങ്ങള് ലൈക്ക് വി സേ സെന്റർ ഓഫ് സയൻസ് ആൻഡ് എൻവയൺമെന്റ് ഗ്രീൻ സ്കൂൾ പ്രോഗ്രാം ഉണ്ട്. ഈ കൊല്ലം ഓഡിറ്റ് അറ്റ് ഹോം ആണ്. അതിനെ എല്ലാം നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വൺ ഇസ് വെർ സ്കൂൾ ക്യാൻ സെൻഡ് റിപ്പോർട്ട്. ബട്ട് സെന്റർ ഓഫ് സയൻസ് ആൻഡ് എൻവയൺമെന്റിന്റെ സർവേസ് ഒക്കെ പിള്ളേര്, ദ ചിൽഡ്രൻ ഹാവ് ടു ആക്ച്വലി ഡു ഇറ്റ്. സോ ദാറ്റ് മേക്സ് എ ഡിഫറൻസ്. പിന്നെ വെഞ്ചർ വില്ലേജ് എന്ന് പറഞ്ഞ ഒരു ഫിൻലൻഡ് ബേസ്ഡ് കമ്പനി ഉണ്ട്. അവര് ഇപ്പൊ കേരള ഗവൺമെന്റ് കൂടെ ടൈഅപ്പും ചെയ്തിട്ടുണ്ട്. അവര് ഒരു ഓൺലൈൻ മോഡ്യൂൾ ഓൺ വേസ്റ്റ് മാനേജ്മെന്റ് ഉണ്ട്, അത് ഞങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ ദി കൈൻഡ് ഓഫ് എനർജി ഐ എം ടെല്ലിങ് യു, ഇപ്പൊ ഐ റിമെമ്പർ ചിൽഡ്രൻ തിങ്, എന്തെങ്കിലും ഒരു പഴംതല്ലി താഴെ വീണാലും അയ്യേ എനിക്ക് തൊടാൻ പറ്റില്ല, യു നോ ഇറ്റ് ഡേർട്ടി. Or now they say, oh, maybe an animal could eat it. What can I do? Where can I dispose? അല്ലെങ്കിൽ city side താമസിക്കുന്ന പിള്ളേരെ, oh, how can I dispose it so that it becomes organic fertilizer? അപ്പൊ ആ ഒരു അറിവ് വന്നു തുടങ്ങിയിട്ടുണ്ട് പിള്ളേർ. അതാണ് I think the success of so many years of schooling that has helped us a lot. അതിപ്പോ അവയർനെസ്സിൽ നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ next one, what I want to say is that our action. When we plan, apart from awareness, we plan actual actions to be taken. Again, the first thing is that we plan for management. Ipo oru program naduthuvannu vechu, even a simple thing as an open house or a annual day. Kore nammal plan cheyum events in nammal, we will plan for who will speak what, who will dance, who will do this. But we compulsorily have a plan for the waste. We have a plan that okay, if guests come, അവരെ എങ്ങനെ വെള്ളം കുടിക്കുന്നത് എങ്ങനെ. ഞങ്ങളുടെ വി സർവ് മിനി ബ്രേക്ക്ഫാസ്റ്റ് ഇൻ സ്കൂൾ രാവിലെ പിള്ളേർക്ക്. ഞങ്ങൾ എന്നും we were using paper plates and we were using paper glasses. 3 years back, students came up to say, ma'am, you talk about waste, you should look at the environment. നമ്മൾ ചെയ്യുന്നത് shouldn't we look at it? So our teachers and students did a survey, and what we've done is we have stopped our plastic and our paper plates. We have totally stopped. We have steel glasses now in school. വെള്ളം കുടിക്കണമെങ്കിൽ സ്റ്റീൽ ഗ്ലാസ്സിൽ കുടിക്കുക, and then you can get washed off. എന്തെങ്കിലും ഇവന്റ് ഉണ്ടെങ്കിലും പേപ്പർ പ്ലേറ്റ്സ് അല്ല, we will organize either the children bring their own plates and glass from home, or if it's like parents gathering earning, we will have things, alternatives to paper plate wastage is what we do. So then it becomes really എന്താ പറയുന്നേ, even parents have started seeing that. Even parents start talking about it. And isn't that what we want? ഒരു കുഞ്ഞ് വീട്ടിൽ ചെന്ന് ആ ഫാമിലി, അവന്റെ കസിൻസ്, അവന്റെ ഫാമിലിനെ ചേഞ്ച് ചെയ്ത, isn't that what we want? That is what is happening. Okay. Another interesting thing I found is, again, this came up from a student, that waste. ഈ waste. Hello. Okay. How much time do I have? Sir, wait. Okay. Just 2 minutes. So we'll just finish. So we have we had one interesting thing. I think you all can do is to name. We have one interesting activity for younger children where we name trees. We are saying that environment has to be in languages. Now I may not like to go out, but I may have other things to do. So ഈ ഞങ്ങള് സ്കൂളിലെ ചുറ്റുപാടിലുള്ള ട്രീകളുടെ സെൻസസ് എടുത്ത് അതിന് ഇംഗ്ലീഷിലെ പേരെന്താ, മലയാളത്തിലെ പേരെന്താ, ഹിന്ദിയിലെ പേരെന്താ, and we made painted labels and put it across. It was a small exercise, but children learned what are the trees around their place, what are the things that they have around. We also have the recycling of textbooks, and even in economics class where we are teaching bartering on your subject on bartering on endo padipikkunnundu pillaru, adana edike the children actually ran a barter system. Avade
തുണികൾ അവർ യൂസ് ചെയ്യാത്ത തുണികൾ അത് ബാർട്ടർ ചെയ്ത് നോക്കി. ഇപ്പൊ ബാർട്ടർ പഠിക്കാൻ വേണ്ടി they learned how to recycle their clothes, then reuse their clothes. If they were throwing it out, how would they reuse it? Second important thing, a third important thing I'm saying is monitor. To monitor your processes and to measure. Just like I said, no, I saved 60,987 liters of water in the school. Isn't that something that you can measure? So measure whatever you do. Just like today you're measuring the number of attendees to this class, which school gave so many. You will find when you measure, people will take action and you will be able to respond to it. On a personal journey, just to wind down, what I would say is that, I've been a city consumer. I've been born and brought up in a city outside Kerala. I've been a consumer. Pal vending kadai pova, thenga vending kadai pova, cabbage vending kadai pova. Everything is from the shop. I never have ever grown even a plant. Now I am belonging. Thanks with all these things happening, we have like in 2015, my husband has shifted back to the village, and we are here. We grow our own cows. We have goats. We have fish. So we grow our rice. My daughter can climb the coconut tree. My son and daughter look after the cows. So these are things that have come from within. It's a personal journey. And what I've learned is that if you look at trees, look around you, and trees are. Each one of them is standing, but it's not destroying the other. They're growing together. You learn tolerance from environment. Okay, so you learn to love the world. You learn to how to give. നമ്മൾ സാധാരണ എനിക്ക് അവന്റെ നല്ല ഷൂസ് അത് എനിക്ക് വേണം, അവന്റെ നല്ല മൊബൈൽ എനിക്ക് അത് വേണം. അതിന് പകരം you learn to give. So that is the success story actually that you are. If I were to leave two things with you, last thing that I do, Alappuzha is very, for me personally, important because there are two inspiring people from there who come there. One is ഞങ്ങളുടെ ജോസഫ് ആന്റണി സാർ ഉണ്ട്, ഒരു ഡ്രാമ സാർ ആലപ്പുഴ എന്ന് തന്നെ. അങ്ങേരുടെ സ്ട്രീറ്റ് പ്ലേസ്, ഞങ്ങളുടെ സ്ട്രീറ്റ് പ്ലേസ് നടത്താൻ അങ്ങേരാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. പുഴ പറയും കഥ എന്ന് പറഞ്ഞ ഒരു സ്ട്രീറ്റ് പ്ലേ, അത് ഞങ്ങൾ കണ്ട് കരഞ്ഞു പോയിട്ടുണ്ട് പിള്ളേർ. സോ ഹി ഹാസ് ഡെവലപ്ഡ് ലോട്ട് ഓഫ് എൻവയറമെന്റ് ബേസ്ഡ് തിങ്സ് ഇസ് ഗുഡ് ഫോർ us. Then there is Dayal sir, who's in Mohama, his organic farming. I think everybody in Alappuzha, 800 school children, all of you all should have at least one visit to Dayal sir's place. You just did 10 minutes with him, and I've never attended, I've never met him, but I've heard from another person who's attended his classes, and I have been motivated. So I'm sure you all could also see. So അതൊരു നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ലോക്കലിൽ എന്താ ഉള്ളത്, what can you. വേറെ ഒന്നുണ്ട്, വെമ്പനാട് കായൽ. So Vembanad, I just like you all to look at when you are doing pollution, when you are looking at this, look at Vembanad and look at what can you all feature around Vembanad that most of your children will be participating in. Okay, so thank you, and I'm sorry to have overshot your time. And to teachers all around you, that child who came back home and made me change my waste management, that change was made by a teacher. Our teacher kochine പഠിപ്പിച്ചല്ല, മോൻ എന്റെ വീട്ടിൽ വന്ന് എന്നെ ചേഞ്ച് ചെയ്തു. So teachers, whatever you are doing here today, നിങ്ങൾ ഈ വൈകുന്നേരം നിങ്ങൾ ഈ ഗ്രൂപ്പിൽ വന്ന് നിങ്ങൾ ഈ പിള്ളേരെ പ്രോത്സാഹിപ്പിക്കണം. It's fantastic. Hats off.